എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം ഏകദേശം മെയ് ആദ്യവാരത്തോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു മെയ് 2-ാം തീയതിയോടെ തന്നെ നിങ്ങളുടെ ഈ ഒരു SSLC പരീക്ഷാ ഫലം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് ഈ ഒരു SSLC ഫലപ്രഖ്യാപനം നടത്തുക. SSLC ഫലപ്രഖ്യാപനം നടത്തിയ ശേഷം ഏകദേശം 1 മണിക്കൂറിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാ ഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, SSLC പരീക്ഷയിൽ വിദ്യാർത്ഥികൾ തോൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് SSLCയുടെ റീടെസ്റ്റ് ഇല്ലേ എന്നുള്ളത്. അപ്പോൾ SSLC പരീക്ഷയുടെ റീടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു SSLC പരീക്ഷയിൽ റീടെസ്റ്റ് അല്ല, സേ പരീക്ഷയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പല വിദ്യാർത്ഥികളും ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ഒരു SSLCയുടെ റീടെസ്റ്റ് ആണോ ഉണ്ടാവുക എന്നുള്ളത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഈ ഒരു 8-ാം ക്ലാസ്സിൽ മിനിമം മാർക്ക്, അതായത് 30% മാർക്ക് കിട്ടാത്തത് കാരണം അങ്ങനെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് റീടെസ്റ്റ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതായത് റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു തവണ കൂടി പരീക്ഷ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും ഇത് കണ്ടിട്ടാണ് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക, SSLCയുടെ റീടെസ്റ്റ് തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് റീടെസ്റ്റ് നടത്തുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റീടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷയുടെ പേര് എന്ന് പറയുന്നത് SSLC സേ എന്നാണ്. SSLC സേ പരീക്ഷ എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ SSLC പരീക്ഷയിൽ തോൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് SSLCയുടെ സേ പരീക്ഷ, അതായത് SSLCയുടെ റീടെസ്റ്റ് ആയിട്ടുള്ള സേ പരീക്ഷയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റീടെസ്റ്റ് എന്ന് പറഞ്ഞാലും സേ പരീക്ഷ എന്ന് പറഞ്ഞാലും സെയിം ആണ്. സേ എന്ന് പറയുമ്പോൾ സേവ് എ ഇയർ എന്നുള്ളതാണ്. റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു തവണ കൂടി പരീക്ഷ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സേവ് എ ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം ലാഭിക്കുന്നതിന് വേണ്ടി വീണ്ടും റീടെസ്റ്റ് നടത്തുന്നു എന്നുള്ളതാണ് സേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ടിൻ്റെയും അർത്ഥം സെയിം ആണ്. നിങ്ങൾക്ക് സേ പരീക്ഷ ആയാലും അതുപോലെ റീടെസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ നിങ്ങൾ SSLC പരീക്ഷയിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് D ഗ്രേഡോ അല്ലെങ്കിൽ E ഗ്രേഡോ അല്ലെങ്കിൽ ഒന്നിലധികം വിഷയങ്ങൾക്ക് D ഗ്രേഡോ E ഗ്രേഡോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ SSLC പരീക്ഷയിൽ തോറ്റതായിട്ടാണ് കണക്കാക്കുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു SSLCയുടെ റീടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ സേ പരീക്ഷയാണ്. ഈ ഒരു പരീക്ഷയുടെ പേര് പ്രത്യേകം നിങ്ങളോട് പറയാൻ കാരണം, SSLC പരീക്ഷ കഴിഞ്ഞ ശേഷം പരീക്ഷ വരുന്നത് SSLC സേ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലാതെ SSLC റീടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് D ഗ്രേഡോ E ഗ്രേഡോ ഏതെങ്കിലും സബ്ജക്റ്റിന് കിട്ടുകയാണെങ്കിൽ SSLC റിസൾട്ട് വന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു സേ പരീക്ഷയുടെ അപേക്ഷ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു SSLC സേ പരീക്ഷ, അതായത് റീടെസ്റ്റിൻ്റെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ഒരു വിഷയത്തിന് ഏകദേശം 75 രൂപയോളമാണ് ഫീസ് വരിക ഈ ഒരു SSLC സേ പരീക്ഷയ്ക്ക്. അപ്പോൾ SSLC സേ പരീക്ഷ എന്ന് പറയാൻ കാരണം, സേ എന്ന് പറയുമ്പോൾ സേവ് എ ഇയർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടാതെ ലാഭിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ SSLC പരീക്ഷയിൽ, അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു SSLCയുടെ റീടെസ്റ്റ് ഉണ്ടോ എന്നുള്ളത്, അതായത് ഈ ഒരു റീടെസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, SSLCയുടെ റീടെസ്റ്റ് ഉണ്ട്. റീടെസ്റ്റിൻ്റെ പേരാണ് സേ പരീക്ഷ എന്ന് പറയുന്നത്. SSLC സേ എന്ന് പറയുന്നത് ഒരു റീടെസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക്, അഥവാ നിങ്ങൾ SSLCയിൽ തോൽക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ, തോൽക്കുകയാണെങ്കിൽ ഈ ഒരു പരീക്ഷ എഴുതുക. എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് ലഭിച്ച് ജയിക്കട്ടെ എന്ന് ആദ്യം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാർക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു SSLCയുടെ സേ പരീക്ഷ എഴുതിയാൽ മതി. അതിൻ്റെ റിസൾട്ട് ഏകദേശം ജൂൺ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെയാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, SSLC നിങ്ങൾ റീടെസ്റ്റ് ചെയ്തു, അതായത് SSLCയുടെ സേ പരീക്ഷ എഴുതി. അപ്പോൾ ഇങ്ങനെ സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് +1 അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, SSLCയുടെ സേ പരീക്ഷ അല്ലെങ്കിൽ റീടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ജൂലൈ മാസത്തോടെയാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഈ ഒരു +1 അലോട്ട്മെൻറ്റിൻ്റെ 1, 2, 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ വരും. അപ്പോൾ ആ ഒരു സമയത്തേക്കാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. അപ്പോൾ ആ ഒരു റിസൾട്ട് വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ പുതുതായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുവഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, SSLCയുടെ പരീക്ഷാഫലം എങ്ങനെ അറിയാം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ
വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് parishabavan.kerala.gov.in എന്ന പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ട് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് റിസൾട്ടിൻ്റേതാണ് അറിയേണ്ടത് അതിനനുസരിച്ച് ഇപ്പോൾ SSLCയുടേതാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് 2024 വന്നിട്ടുള്ള ആ ഒരു ലിങ്കാണ്, അതായത് ആ റിസൾട്ടിൻ്റെ ലിങ്കാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് ഇനി ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SSLC സേ എക്സാമിനേഷൻ മെയ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമുക്ക് മറ്റൊരു റിസൾട്ടിൻ്റെ നോക്കാം. അത് SSLC മെയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് SSLC സേ പരീക്ഷയുടേതാണ്, അതായത് SSLC റീടെസ്റ്റിൻ്റെ പേജാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു SSLC റിസൾട്ടിൻ്റേത് ഈ സെയിം പേജ് തന്നെയായിരിക്കും, അതല്ലെങ്കിൽ മറ്റൊരു പേജായിരിക്കും. അതായത് ജസ്റ്റ് ഈ ഒരു പേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ഒരു സെയിം പേജ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് SSLC എക്സാമിനേഷൻ ഒരു മാർച്ച് 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ജസ്റ്റ് പുതുതായിട്ടൊരു പേര് കൊടുക്കും. അതിനുശേഷം പിന്നീട് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ളത്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗമുണ്ടാകും. അത് നൽകിയ ശേഷം നിങ്ങൾക്ക് വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷമാണ് SSLC സേ അല്ലെങ്കിൽ റീടെസ്റ്റിൻ്റെ അപേക്ഷ വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അപേക്ഷിച്ച് പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ആണ് വെബ്സൈറ്റ് ഉണ്ടാവുക. അതായത് ഈ ഒരു SSLC സേ എക്സാമിനേഷൻ എപ്പോഴാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് അതിനനുസരിച്ചാണ് ഡേറ്റ് ഉണ്ടാവുക, അതിൻ്റെ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇതുപോലെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ നൽകി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു SSLCയുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് SSLC സേയുടെയും അതുപോലെ SSLC പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ ഇതുപോലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പരീക്ഷാ പോർട്ടലുകളുടേത്. അപ്പോൾ നിങ്ങൾ SSLC ആണോ, THSLC ആണോ, AHSLC ആണോ, അല്ലെങ്കിൽ AHSLC ആണോ എന്നിങ്ങനെ വിവിധ SSLC വിഭാഗമുണ്ട്. അതുപോലെ SSLC HE ആണോ, നിങ്ങൾ ഏതാണ് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ റിസൾട്ട് വരുന്ന സമയത്ത് ആ റിസൾട്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC പരീക്ഷയ്ക്ക് ശേഷം SSLC സേ പരീക്ഷ ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. SSLC റിസൾട്ട് ഒന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപേക്ഷ ആരംഭിക്കും. നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് ഒരു വിഷയത്തിന് 75 രൂപയാണ് വരിക. 75 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.